ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു ബോട്ട് യാത്രയിലാണ്. ഒരു ഒരു സ്ഥലത്ത് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോവുക. അതായത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള പൂവാർ എന്ന് പറഞ്ഞൊരു സ്ഥലം. പൂവാർ അവിടെ ഒരു കായലിൻ്റെ തീരത്തുള്ള റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെൻറ്റ്. അനിയൻ്റെ മോളുടെ, അത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. കായലിലൂടെ റോഡിൽ ഞങ്ങൾ കാറ് നിർത്തിയതിന് ശേഷം ഒരു ബോട്ട് എടുത്ത് ഒരു 10 മിനിറ്റ് യാത്രയുണ്ട് ആ റിസോർട്ടിലെത്തണമെങ്കിൽ. വളരെ കമനീയമായി അലങ്കരിച്ച പന്തലും അവിടെ പെണ്ണും ചെറുക്കനുമൊക്കെ മോതിരം കൈമാറുന്നതിന് വേണ്ടി തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കായലിൻ്റെ കരയിലായതുകൊണ്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല കായൽക്കാറ്റ്, നല്ല കുളിർമയുള്ളൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് മോതിരം കൈമാറ്റലെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അതിനുശേഷം ഒരാഗ്രഹം, കായലിലൂടെ ഒന്ന് കുറച്ച് നേരം യാത്ര ചെയ്താലും നല്ല കായൽക്കാറ്റൊക്കെ കേട്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന നല്ലൊരു കുളിർമയാണ്. ഈ വേനൽ ചൂടിനൊരു ആശ്വാസം തോന്നുന്നു. അങ്ങനെ ഒരു ബോട്ടൊക്കെ വാടകയ്ക്ക് എടുത്ത് ഞാനും ഹസ്ബൻഡും മോനും മരുമോളും ആങ്ങളെയും വൈഫും ഞങ്ങളെല്ലാവരും ഇങ്ങനെ കായലിലൂടെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ പോയി. ഞാനാണെങ്കിൽ പേടിച്ച് അന്തം വിട്ടോളില്ല. ഈ ജാക്കറ്റ് ഇട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. എൻ്റെ വലിപ്പത്തിനുള്ളൊരു ജാക്കറ്റല്ല എനിക്ക് കിട്ടിയത്. പിന്നെ കായലിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കുടിലുകൾ പോലുള്ള റിസോർട്ടുകൾ കണ്ടു. ഇവിടെയൊക്കെ സായിപ്പന്മാരൊക്കെ ഒന്ന് താമസിക്കും. നല്ല രസമാണ് അവിടെ താമസിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ആനയുടെ അകറുള്ളൊരു പാറ കണ്ടു കേട്ടോ. ദൂരെ നോക്കി ശരിക്കും ആന പോലെ, അടുത്തേന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിലൊരു കുരിശൊക്കെ ഉണ്ട്. പള്ളിയുടെ ഏതോ ഒരു പള്ളിയുടെ കുരിശൊക്കെ അവിടെ ഉണ്ട്. കുറേ പരുന്തുകളൊക്കെ വട്ടമിട്ട് പറക്കുന്നു. മീനുകളൊക്കെ പൊട്ടിക്കഴിച്ച് തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മയുണ്ട്. അങ്ങനെ പാട്ടൊക്കെ പാടി പോയപ്പോൾ ഒരിടത്ത് കരിക്ക് വിൽക്കുന്നുണ്ട്. കായലിനകത്ത് കരിക്ക് വെച്ചോടാം. അവിടെ ഞങ്ങൾ കരിക്കൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വീണ്ടും അങ്ങനെ യാത്ര ചെയ്തു. ഭയങ്കര ദാഹമായിരുന്നു, വേനലല്ലേ. പച്ച കളറിലെ വെള്ളം, ഇതാണ് പച്ചവെള്ളം എന്ന് പറയുന്നത്. പച്ച വെള്ളമൊക്കെ കണ്ട് കായൽ ദൂരം പറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ദേശാടന പക്ഷികൾ കുളിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തി. പച്ചവെള്ളം കണ്ടോ, ഇതാണ് പച്ചവെള്ളം എന്ന് പറയുന്നത്. അതാ 2 ദേശാടന പക്ഷികൾ. 2 പിന്നെയും ഉണ്ട് കേട്ടോ. അതാ വീണ്ടും കാണുന്നു. പിന്നെ കായലിലൂടെ ഇങ്ങനെ കുറേ നേരം, ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്തു കേട്ടോ. ആ ബോട്ട് ഓടിച്ച് ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ പറഞ്ഞു തന്നു ഓരോ സ്ഥലത്തെത്തുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെങ്കല്ലിൽ ഉമാമഹേശ്വര ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാം പോയി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇത് ഉമാമഹേശ്വര ക്ഷേത്രമാണ്, ചെങ്കല്ലിലുള്ളതാണ്. വലിയൊരു ശിവലിംഗ പ്രതിമയുണ്ട് അവിടെ. ഒരു ഹനുമാൻ്റെ ഒരു പ്രതിമയുണ്ട്. ശിവക്ഷേത്രമാണ് അത്.